യൂറോപ്പിൽ ഇപ്പോൾ വലിയ ചർച്ചയായ മത്സരമാണ് FC ബാർസലോണയും ന്യൂകാസ്റ്റൽ യുണൈറ്റഡും തമ്മിലുള്ള ഈ പോരാട്ടം. ഈ മത്സരം വെറും ഗോളുകൾക്കുള്ള മാച്ച് അല്ലായിരുന്നു. ഇത് രണ്ട് ഫുട്ബോൾ ഫിലോസഫീസ് തമ്മിലുള്ള ക്ലാഷ് ആയിരുന്നു. ഒരു ഭാഗത്ത് പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ബാർസലോണ, മറ്റൊരു ഭാഗത്ത് ഫിസിക്കൽ പ്രസ്സിംഗ് ഫുട്ബോൾ കളിക്കുന്ന ന്യൂകാസ്റ്റൽ. ആദ്യമായി തന്നെ ന്യൂകാസ്റ്റലിനെ കുറിച്ച് പറയാം. ഈ ടീമിന്റെ എനർജി കണ്ടാൽ തന്നെ മനസ്സിലാക്കും, അവർ വെറും ഡിഫെൻഡ് ചെയ്യാനല്ല വന്നത്. ഹൈ പ്രസ്സിംഗ്, അഗ്രസീവ് ടാക്കിൾസ്, ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്ക്. ഈ സ്ട്രാറ്റജിയുടെ പിന്നിലുള്ള ബ്രെയിൻ ആണ് എഡ്ഡി ഹോവ ടീമിനെ ഡിസിപ്ലിൻഡ് പ്രസ്സിംഗ് സിസ്റ്റമിൽ നിന്നാണ് ഒരുക്കിയിട്ടുള്ളത്. ബാർസലോണ ബിൽഡപ്പ് തുടങ്ങുമ്പോൾ തന്നെ മിഡ്ഫീൽഡ് പ്രസ് ചെയ്തു തുടങ്ങും. അറ്റാക്കിൽ ന്യൂകാസ്റ്റൽ ഡേഞ്ചറസ് പ്ലെയേഴ്സ് ഉണ്ട്. ആന്റണി ഗോർഡോണും ഹെവി ബാർണസും. ഈ രണ്ടുപേരും സ്പീഡ് ഉപയോഗിച്ച് ബാർസലോണ ഹൈ ഡിഫൻസീവ് ലൈൻ എക്സ്പോൾട്ട് ചെയ്തിട്ടുണ്ട്. 86-ാം മിനിറ്റിൽ ബാർണസ് ഗോൾ അടിച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവനും എക്സ്പോൾഡ് ആയി. ന്യൂകാസ്റ്റൽ സപ്പോർട്ടേഴ്സ് കരുതിയത് മാച്ച് ആൾമോസ്റ്റ് വിൻ ആയി എന്നായിരുന്നു. പക്ഷേ ബാർസലോണക്ക് അവസാനം പെനാൽറ്റി കിട്ടി. പ്രഷർ സിറ്റുവേഷനിൽ പോലും കാമായി പെനാൽറ്റി എടുത്ത് മാച്ച് രക്ഷിച്ചത് ലാമിൻ യമാൽ മാത്രം. ഇപ്പോൾ ബാർസലോണ റീബിൽഡ് ചെയ്യുന്ന കോച്ചാണ് ഹാൻസി ഫ്ലിക്ക്. ഫ്ലിക്കിന്റെ ഫിലോസഫി സിമ്പിൾ ആണ്, ഫാസ്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ. പക്ഷേ ഈ മാച്ചിൽ ഒരു വലിയ പ്രോബ്ലം കാണപ്പെട്ടിരുന്നു. ന്യൂകാസ്റ്റൽ പ്രസ്സിങ്ങിനെതിരെ ബാർസലോണ ബിൽഡപ്പ് പല സമയത്തും സ്ട്രഗിൾ ചെയ്തിരുന്നു. ഇത് നെക്സ്റ്റ് മാച്ച് ഫ്ലിക്കിന് തീർച്ചയായും സോൾവ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇപ്പോൾ വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ലെഗിൽ എന്ത് സംഭവിക്കും? സെക്കൻഡ് ലെഗ് നടക്കുന്നത് ബാർസലോണ ഹോം സ്റ്റേഡിയമായ ക്യാമ്പ് നൗവിൽ വെച്ചാണ്. ഹോം ക്രൗഡ് സപ്പോർട്ട് ബാർസലോണക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. ബാർസലോണ പൊസിഷൻ കൺട്രോൾ ചെയ്ത് ന്യൂകാസ്റ്റലിനെ പ്രസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ന്യൂകാസ്റ്റൽക്കും ഒരു ബിഗ് വെപ്പൺ ഉണ്ട്, കൗണ്ടർ അറ്റാക്ക്. പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കൗണ്ടർ അറ്റാക്ക് ടീമിൽ നിന്ന് ഒന്നാണ് ന്യൂകാസ്റ്റൽ. ബാർസലോണ ഹൈലൈൻ ഉപയോഗിച്ചാൽ ഗോർഡൻ പോലുള്ള പ്ലെയേഴ്സ് വീണ്ടും സ്പേസ് ചെയ്ത് ചാൻസ് ഉണ്ടാകും. ഇപ്പോൾ ഫുട്ബോൾ ഫാൻസ് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഗ്രോവിംഗ് ഡ്രാമ. ന്യൂകാസ്റ്റൽ സപ്പോർട്ടേഴ്സ് ഇപ്പോൾ പറയുന്നത് ബാർസലോണ പോലുള്ള വലിയ ടീമിനെ ഞങ്ങൾ പ്രസ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്യാം എന്ന് മാത്രമാണ്. അതേസമയം ബാർസലോണ ഫാൻസ് പറയുന്നത് സ്പെയിനിൽ കളിക്കുമ്പോൾ ബാർസ കംപ്ലീറ്റ്ലി ഡിഫറൻസ് ടീം ആയിരിക്കും എന്നും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെഗ് മാച്ച് ഇപ്പോൾ ഇവൻ മോർ എക്സൈറ്റിംഗ് ആയി മാറിയിട്ടുണ്ട്. ബാർസലോണ ടെക്നിക്കൽ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്, ന്യൂകാസ്റ്റൽ ഫിസിക്കൽ ഫുട്ബോൾ കളിക്കുന്ന ടീമും. ക്യാമ്പ് നൗവിൽ ബാർസലോണ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ന്യൂകാസ്റ്റൽ കൗണ്ടർ അറ്റാക്ക് കൊണ്ട് വീണ്ടും ഷോക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ലെഗ് മാച്ച് ഒരു റിയൽ ഫുട്ബോൾ ഡ്രാമ ആയി. നിങ്ങൾ ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻസ് ആണെങ്കിൽ ആ ഒരു മാച്ച് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സെക്കൻഡ് ലെഗിൽ ആരായിരിക്കും ജയിക്കുക? ബാർസലോണയാണോ അതോ ന്യൂകാസ്റ്റലാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.